മിഥുന സംക്രമണമാണ്. മിഥുനമാസം ശിവക്ഷേത്രത്തിൽ ഈ വഴിപാടുകൾ നടത്തി ആരംഭിക്കൂ. എല്ലാ തടസ്സങ്ങളും മാറി ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും വന്നു ചേരും. ഈ വരുന്ന ജൂൺ 15 തിങ്കളാഴ്ച മിഥുനമാസം ആരംഭിക്കുകയാണ്. വരാനിരിക്കുന്ന ഒരു മാസം മുഴുവൻ തടസ്സങ്ങളില്ലാതെ ഐശ്വര്യത്തോടെ മുന്നോട്ട് പോകാനായിട്ടുള്ള ഈ പ്രാർത്ഥന അല്ലെങ്കിൽ വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. മാസപ്പിറവി ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ ഭഗവാന് സമർപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകൾ ഏതൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ വഴിപാട് നോക്കാം. ജലധാരയും ക്ഷീരധാരയുമാണ് ശിവഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് ധാര. പുതിയ മാസം തുടങ്ങുമ്പോൾ ഭഗവാന് ജലധാരയോ പാല് കൊണ്ട് ക്ഷീരധാരയോ കഴിക്കുന്നത് മനസ്സിന് ശാന്തിയും ശരീരത്തിന് ആരോഗ്യവും നൽകുമെന്നാണ് വിശ്വാസം. നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് ഊർജ്ജത്തെ എല്ലാം മാറ്റി പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ ഈ വഴിപാടുകൾ സഹായിക്കുന്നതാണ്. രണ്ടാമത്തെ വഴിപാട് കൂവളമാല സമർപ്പണമാണ്. ശിവപൂജയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് കൂവളത്തിൻ്റെ ഇലകളാണ്. 3 ഇതളുകളുള്ള കൂവളത്തില ത്രിമൂർത്തികളുടെ പ്രതീകമാണെന്നാണ് പറയപ്പെടുന്നത്. മാസപ്പിറവി ദിവസം ഭഗവാൻ ഒരു കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ജന്മപാപങ്ങൾ അകറ്റാനും ആഗ്രഹ സാഫല്യത്തിനും. ഏതെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രാർത്ഥനയോടുകൂടി കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആ ആഗ്രഹം സഫലീകരിക്കുന്നതാണ്, ഭഗവാൻ സഹായിക്കുന്നതാണ്. മൂന്നാമത്തെ വഴിപാട് ശംഖാഭിഷേകമാണ്. ശിവക്ഷേത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വഴിപാടാണ് ശംഖാഭിഷേകം. പുതിയ മാസത്തിൽ വീട്ടിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരാൻ ശാപദോഷങ്ങൾ മാറുന്നതിന് ശംഖാഭിഷേകം വഴിപാടായി നടത്തുന്നത് ഏറെ നല്ലതാണ്. ആ വഴിപാട് സാധിക്കുമെങ്കിൽ സമർപ്പിക്കുക. നാലാമത്തെ വഴിപാട് നെയ്വിളക്ക് സമർപ്പണമാണ്. ജാതകപ്രകാരമുള്ള ദോഷങ്ങൾ ഉള്ളവർക്കും പ്രത്യേകിച്ച് ശനിദോഷ കാഠിന്യം കുറയ്ക്കുന്നതിനും ശിവനടയിൽ നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് വലിയ ആശ്വാസം നൽകുന്നതാണ്. കുടുംബത്തിൽ സമാധാനവും വെളിച്ചവും നിറയാൻ ഈ വഴിപാട് സഹായിക്കും. അഞ്ചാമത്തെ വഴിപാട് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയാണ്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന മാസത്തിൽ രോഗദുരിതങ്ങളൊന്നും വരാതിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കോ പുതിയൊരു മാസം തുടങ്ങുമ്പോൾ ഭഗവാന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിച്ചുകൊണ്ട് തുടങ്ങാവുന്നതാണ്. ആയുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വഴിപാടുകളൊന്നും നടത്താൻ സാധിച്ചില്ലെങ്കിലും ശിവക്ഷേത്ര ദർശനമെങ്കിലും ചെയ്യുക. മാസത്തിൽ ഒരു തവണയെങ്കിലും ശിവക്ഷേത്ര ദർശനമെങ്കിലും നടത്തുക. വഴിപാടുകൾ കഴിക്കുന്നതോടൊപ്പം തന്നെ പൂർണ്ണമായ ഭക്തിയോടും വിശ്വാസത്തോടു കൂടി ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് ഓം നമഃശിവായ നിത്യവും ജപിക്കുക. ഭഗവാൻ അനുഗ്രഹിക്കുന്നതാണ്. ഏറ്റവും പ്രധാനം അതാണ്. ഓം നമഃശിവായ ജപിച്ചുകൊണ്ട് വഴിപാടുകളും പ്രാർത്ഥനകളും നടത്തുക. ഈ വരുന്ന പുതിയൊരു മാസം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരുപോലെ ഐശ്വര്യപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ആത്മീയമായ അറിവുകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഏവർക്കും നന്ദി, നമസ്കാരം.